ഹായ് ഫ്രണ്ട്സ്, അപ്സു വീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയ ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എവിടേക്കെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നമ്മൾ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഫേസ് പാക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ബൗളെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കടലപ്പൊടി അതൊരു 2 ടേബിൾ ടീസ്പൂൺ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാച്ച പാലായാലും എടുക്കാം, കാച്ചാത്ത പാലായാലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് കാച്ചാത്ത പാലാണ് കേട്ടോ. പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അത് ഇതേപോലെ ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കട്ടിയാവേണ്ട, ഇതേപോലെ ഒരു പരുവത്തിൽ. നമ്മൾ ഒരുപാട് ലൂസായി പോയാലും നമ്മളെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മുഖത്തു നിന്നൊക്കെ ഒലിച്ച് ഇങ്ങനെ വരും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായാലും ഇത് ഉണങ്ങി വരാനും സമയം പിടിക്കും. അത്ര കട്ടി വേണം കേട്ടോ. എപ്പോഴും ഇതേപോലെ ആക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ സ്പൂൺ കൊണ്ട് ആക്കുമ്പോൾ തന്നെ രണ്ടും ഒപ്പം ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനി ഞാനൊരു കഷ്ണം ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കത്തിക്കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുത്തിട്ടൊന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയ കത്തി എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കീറി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ആദ്യം ഞാനൊന്ന് ഫേസിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ മുഖത്തുള്ള അഴുക്ക് ഒക്കെ ഒന്ന് ഇതിനെ നീര് തട്ടുമ്പോൾ തന്നെ വന്ന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതുകൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു പാക്ക് പോലെ ഒന്ന് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഫേസിൽ എല്ലായിടത്തും ഒന്ന് ഇതേപോലെ റൗണ്ടായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നാലേ നമ്മളെ ഫേസിനുള്ളിൽ നമ്മൾ മേക്കപ്പ് ചെയ്തത് പൗഡർ ഇട്ടതും അല്ലാതെ തന്നെ ഒരുപാട് അഴുക്കുകൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് വന്നിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലായിടത്തും ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിനെ നീർ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ വശത്തും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുള്ള അഴുക്കെല്ലാം വന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്രൈറ്റൻ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് കുറച്ച് കിട്ടും. എന്നിട്ട് ഒന്നും കൂടി കീറി കൊടുക്കുമ്പോൾ കണ്ടില്ലേ, അതിന് നീരൊക്കെ വന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ കൗത്തിനും എല്ലായിടത്തും നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് തൊട്ടെടുത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി തൊടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു കോട്ടൻ്റെ ശീല എന്തെങ്കിലും എടുക്കാം. ഇതേപോലെ ഒന്ന് തുടച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ക്ലീനാക്കി നമുക്കൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നും കൂടി തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ കുറച്ചൊരു ഡിഫറെൻറ്റ് നിങ്ങൾക്ക് കാണും. നമ്മൾ മുഖത്ത് ഉള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ നമ്മളെ സ്കിന്നിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുള്ള അഴുക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒന്ന് ബ്രൈറ്റായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ മുഖത്തിൽ എല്ലായിടത്തും ഒന്ന് ഇതേപോലെ ഒന്ന് വൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം കണ്ടില്ല ഈ വെള്ളത്തിൻ്റെ കളറ്. അപ്പോൾ ഇത്രയും അഴുക്ക് നമ്മുടെ സ്കിന്നിന് പോകുന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാക്കറ്റ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്നും കൂടി ഞാൻ ഈ മുഖത്തുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കാൻ. അപ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാക്ക് ഇടുന്നുണ്ടപ്പം എനിക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോളും ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കൊണ്ടായാലും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈക്കൊണ്ട് ഇതേപോലെ
മുഖത്തൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഈ കടലപ്പൊടി അതേപോലെ പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ ഞാനിപ്പോൾ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിമ്പിൾസ് നല്ലോ ഉള്ളവർക്കൊക്കെ ഈ കടലപ്പൊടീൻ്റെ ഒപ്പം തൈര് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലോണം പെട്ടെന്ന് തന്നെ പിമ്പിൾസ് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ എന്നും യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നരാടോ യൂസ് ചെയ്താലും കുഴപ്പമില്ല. എന്ന് യൂസ് ചെയ്യാനും ഒരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ വശത്തും ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കാൻ കേട്ടോ, എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാനേ. അപ്പോൾ നമ്മൾ മുഖത്തും കഴുത്തിലും എല്ലായിടത്തും ഒന്ന് തേച്ച് നല്ലോണം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തേച്ച് കട്ടിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു കട്ടിയിൽ ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മോളും വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കും പാക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊരു സൈഡ് എഫക്റ്റും ഇല്ല, നല്ലതാണ് കേട്ടോ. കണ്ടില്ല? അപ്പോൾ മോൾക്ക് മുഖത്തും നല്ലപോലെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം കണ്ണ് പൂട്ടി നിന്ന് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ തേച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറയാണ്. കണ്ടില്ല? ഒക്കെ കാണിച്ച് നല്ല മട്ടത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി സെറ്റായിട്ട് ഇങ്ങനെ പാക്കൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അവത് ഉണങ്ങിയൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല? നല്ലോണം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി വെള്ളം കൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കഴുകണ കാട്ടും ഒന്നും കൂടി നല്ലത് നമുക്ക് പൈപ്പിൽ വാഷ്റൂമിൽ പോയിട്ട് ഇങ്ങനെ കഴുകുന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ അത് ഇങ്ങനെ ആവാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വെള്ളം കൊണ്ട് മറ്റേ ചേൽക്ക് പൈപ്പിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കഴുകുമ്പോൾ ഒന്നും കൂടി ഈസി ആയിക്കാറോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഫുള്ളൊന്ന് തുടച്ച് ഒന്ന് കഴുകിയെടുക്കാണ് കേട്ടോ. അപ്പോൾ മോള് നേരെ പൈപ്പിൻ്റെ ചോട്ടൊക്കെ പോയിട്ട് ബേസിലാണ് മുഖം കഴുകാൻ പോയത്. അപ്പോൾ എനിക്ക് അത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഞാനും അവിടെ പോയി കഴുകട്ടമ്മ എന്ന് പറഞ്ഞ് ഓളും കഴുകാൻ പോയത് കേട്ടോ മുഖം. അപ്പോൾ ഞാനിവിടെ ഫുള്ളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെവിടേക്കെങ്കിലും പോവേണ്ടെങ്കിൽ 10 മിനിറ്റ് ഉണ്ടാകും നല്ല അടിപൊളി ബ്രൈറ്റ് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല, പക്ഷേ നേരിട്ട് നല്ലൊരു ഫ്രഷ്നെസ്സും നല്ല ഗ്ലോ ആയിട്ട് നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും എന്നും ഡെയിലിയും ചെയ്യാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനൊന്ന് കുളിച്ച് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഔട്ട്ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നന്ദി, താങ്ക് യു.